Hi, welcome back to my channel. I hope you all are doing good. My name is Lakshmi Maya. For those of you who don't know me, I have been flying with Kingfisher, Go Air, Air India and Etihad Airways. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എയർലൈൻ ടെർമിനോളജീസിനെ പറ്റി പറയാനാണ്. സോ ക്യാബിൻ ക്രൂ ആയിട്ടിരിക്കേണ്ട ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില വാക്കുകളുണ്ട്. ഈ വാക്കുകളെല്ലാം നമ്മൾ ചിലപ്പോൾ പാസഞ്ചേഴ്സിന് അത് മനസ്സിലാവണം എന്നില്ല. കാരണം ഈ വാക്കുകളൊക്കെ അവർക്ക് പുതിയതായിട്ട് കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു എയർലൈനിലെ ക്രൂ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ക്രൂ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വേർഡ്സ് എല്ലാം പഠിച്ചിരിക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ. അതുപോലെ നമ്മൾ ഇപ്പോൾ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോവുകയാണെങ്കിലും അവർ ആദ്യം നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത് ഈ എയർലൈൻ ടെർമിനോളജീസും ഈ വാക്കുകളും ഒക്കെ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം ആ വാക്കുകൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹാറ്റ് ട്രാക്സ്. ഈ ഹാറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് ഓവർ ഹെഡ് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് എന്നതിൻ്റെ വേറൊരു വാക്കാണ്. ഈ ഓവർ ഹെഡ് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പാസഞ്ചേഴ്സ് ബാഗ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ മേളിൽ വയ്ക്കത്തില്ലേ, ചിലത് ഇങ്ങനെ പിടിക്കുമ്പോൾ തുറക്കുന്നതായിരിക്കും, ചിലത് ഇങ്ങനെ തുറക്കുമ്പോൾ മേളിലോട്ട് പോകുന്ന അടപ്പുള്ളതായിരിക്കും. ഈ ഓവർ ഹെഡ് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റിൻ്റെ വേറൊരു പേരാണ് ഹാറ്റ് ട്രാക്ക്. ഈ ഹാറ്റ് ട്രാക്കിനകത്ത് ബാഗ്സ് വെക്കാനുള്ള സൗകര്യം കാണും. ചില സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ്, അതായത് ഫ്ലൈറ്റിൽ ആവശ്യമുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും ഈ ഹാറ്റ് ട്രാക്സിനകത്തായിരിക്കും വെച്ചിരിക്കുന്നത്. അടുത്ത വേർഡ് ഇസ് ഗാലി. ഗാലി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റിനകത്തുള്ള കിച്ചനാണ് ഗാലി എന്ന് പറയുന്നത്. ഈ ഗാലിക്കകത്താണ് കാർഡ്സ് ഉണ്ടായിരിക്കുന്നത്. ഈ കാർഡ്സ് ഒക്കെ നമ്മൾ സർവീസിന് വേണ്ടി വെളിയിൽ കൊണ്ടുവരത്തില്ലേ, ക്രൂ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുവരത്തില്ലേ, ആ കാർഡ്സ് ഉണ്ടായിരിക്കും. പിന്നെ ചെറിയ ചെറിയ ബോക്സസ് പോലെ മെറ്റൽ ബോക്സസ് കാണും. അതിനകത്താണ് കുറേ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ സേവ് ചെയ്ത് വയ്ക്കുന്നത്. സോ അതിനെ പറയുന്നത് കണ്ടെയ്നേഴ്സ്, കാർഡ്സ്, കണ്ടെയ്നേഴ്സ്. ഈ ആഹാരമൊക്കെ ചൂടാക്കുന്ന അവൻ, മൈക്രോവേവ് കാണും, ബോയിലർ കാണും, പിന്നെ കോഫി മെഷീൻ കാണും. അങ്ങനെയുള്ള എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും ഇരിക്കുന്ന സംഭവമാണ് ഈ ഗാലി. ഈ ഗാലിയിൽ എപ്പോഴും ഒരു ഇലക്ട്രിക്കൽ പാനലും കാണും. അവിടെയാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് കാണുന്നത്. ഈ ഗാലിക്കകത്ത് അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെയും സർക്യൂട്ട് ബ്രേക്കേഴ്സും ആ ഗാലിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ കാണും. എയർലൈൻ ടെർമിനോളജിയിൽ പറയുന്നത് ഗാലി എന്നാണ്. ആരും ഫ്ലൈറ്റിനകത്ത് കയറിയിട്ട് കിച്ചൺ എന്ന് പറയത്തില്ല. അടുത്തത് അയൽ. അയൽ എന്ന് പറയുന്നത് നടക്കുന്ന ആ വഴീനെയാണ്. സോ ചെറിയ എയർക്രാഫ്റ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എയർബസ് A320, 321, ഈ ചെറിയ ചെറിയ നാരോ ബോഡിഡ് എയർക്രാഫ്റ്റ് ആണെങ്കിൽ, നാരോ ബോഡിഡ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ അയൽ എയർക്രാഫ്റ്റ് ആണ്. അതായത് നടക്കാനായിട്ട് ഒരു വഴി മാത്രമേ കാണത്തുള്ളൂ. അപ്പുറത്തെ സീറ്റ് കാണും, ഇപ്പുറത്തെ സീറ്റ് കാണും, നടുക്കൊരു വഴി കാണും. ഈ വഴീൻ്റെ പേരാണ് അയൽ. സോ എപ്പോഴും നമ്മൾ ഇപ്പോൾ ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് ക്യാൻ യു പിക്ക് അപ്പ് ദാറ്റ് ബാഗ് ഫ്രം ദ അയൽ എന്നേ സംസാരിക്കത്തുള്ളൂ. അല്ലാതെ ആ വഴിയിൽ കിടക്കുന്ന ബാഗ് എടുക്കൂ എന്നൊരിക്കലും പറയില്ല. സോ വി ഓൾവേസ് മെൻഷൻ ദാറ്റ് പാത്ത് വേ ആസ് അയൽ. വൈഡ് ബോഡി എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിൽ പാസഞ്ചർ കാണും, നടുക്കൂടെ നടക്കാനായിട്ടൊരു വഴി കാണും, നടുക്ക് പിന്നെയും പാസഞ്ചർ കാണും, അപ്പുറത്തൂടെ നടക്കാനും വഴി കാണും. സോ ബേസിക്കലി അതൊരു ഭയങ്കര വീതി കൂടിയ എയർക്രാഫ്റ്റും രണ്ട് വഴികളും ഉള്ള എയർക്രാഫ്റ്റിനെയാണ് വൈഡ് ബോഡീഡ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. വൈഡ് ബോഡീഡ് എയർക്രാഫ്റ്റിനകത്ത് രണ്ട് അയൽ കാണും, നാരോ ബോഡീഡ് എയർക്രാഫ്റ്റിനകത്ത് ഒരു അയലേ കാണത്തുള്ളൂ. സോ അയൽ എന്ന് പറയുന്നത് സിംപ്ലി ദ പാത്ത് വേ ബിറ്റ്വീൻ ടു സീറ്റ്സ്. അടുത്തത് ഓക്സിജൻ മാസ്ക്, O2 മാസ്ക്. ഈ ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്ന സംഭവം ഈ എയർക്രാഫ്റ്റിൻ്റെ പാസഞ്ചേഴ്സും ക്രൂവും ഇരിക്കുന്നതും അല്ലെങ്കിൽ പാസഞ്ചേഴ്സോ ക്രൂവോ എത്തിപ്പെടാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും മാസ്കുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം കൺസീൽഡ് ആയിട്ട് മേളിൽ അടപ്പിനകത്തായിരിക്കും. സോ ബേസിക്കലി കോക്പിറ്റിനകത്ത് കാണും, ക്യാബിനകത്ത് കാണും, ഗാലിക്കകത്ത് കാണും, ലാബറട്ടറിക്കകത്ത് കാണും, അതുപോലെ ക്രൂ റെസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്സിനകത്തും ഇതുപോലെ ഓക്സിജൻ മാസ്ക് കാണും. ജസ്റ്റ് ഇൻ കേസ് ഓഫ് എ റാപ്പിഡ് ഡീകംപ്രഷൻ, ഒരു ക്യാബിൻ്റെ പ്രഷർ ലൂസ് ആവുന്ന തരത്തിലുള്ള ഒരവസ്ഥ എയർക്രാഫ്റ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ സഡൻലി പാസഞ്ചേഴ്സിന് ബ്രീത്ത് ചെയ്യാനായിട്ട് ഈ ഓക്സിജൻ മാസ്ക് പുറത്തു വരും. സോ ഈ എയർക്രാഫ്റ്റിൻ്റെ മാനുഫാക്ചറേഴ്സ് ഏതൊക്കെ സ്ഥലത്ത്, അതായത് ഇപ്പോൾ ഒരു ടോയ്ലറ്റിലാണെങ്കിൽ 2 ഓക്സിജൻ മാസ്ക് പുറത്തു വരും. കാരണം ഇപ്പോൾ ഒരു അമ്മയും ബേബിയും ആയിട്ട് ആ ബാത്റൂമിനകത്ത് നിൽക്കുവാണെങ്കിൽ 2 ഓക്സിജൻ മാസ്ക് വേണമല്ലോ. സോ അത് വളരെ സൂക്ഷ്മതയോടെ അവർ കണക്കിലെടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഓക്സിജൻ മാസ്ക് ഫിറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇടവിട്ടുള്ള പാസഞ്ചർ സീറ്റിലെങ്കിലും ഒരു എക്സ്ട്രാ ഓക്സിജൻ മാസ്ക് കാണും. ഈവൻ ഗാലിയിൽ, ക്രൂ എല്ലാവരും ഗാലിയിൽ നിൽക്കുന്ന ടൈം ആണെങ്കിലും, അപ്പോൾ ഗാലിയിൽ, ലാബറട്ടറീസിൽ, ക്രൂ സ്റ്റേഷനിൽ, അവിടെ എല്ലായിടത്തും ഈ ഓക്സിജൻ മാസ്ക് കാണും. പക്ഷെ അത് കൺസീൽഡ് ആയിരിക്കും. ഈ ഓക്സിജൻ മാസ്ക് പുറത്ത് വരുന്നത് ക്യാബിൻ്റെ പ്രഷർ കുറയുമ്പോൾ മാത്രമായിരിക്കും. അത് ചില സർക്കംസ്റ്റാൻസസിൽ മാത്രമേ കുറയത്തുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഓക്സിജൻ മാസ്ക് തനിയെ ഡ്രോപ്പ് ഔട്ട് ആവും. അടുത്തത് ലാബറട്ടറീസ്.
ലാവറ്ററി എന്ന് പറയുന്നത് സിംപ്ലി എയർക്രാഫ്റ്റിനകത്തുള്ള ടോയ്ലറ്റ്സിനാണ്. നമ്മൾ ഒരിക്കലും എയർക്രാഫ്റ്റിനകത്തുള്ള ബാത്റൂമിനെയോ ടോയ്ലറ്റിനെയോ ഒന്നും നമ്മൾ ടോയ്ലറ്റ് എന്ന് പറയില്ല. വി യൂസ് ദ ടേം ലാവറ്ററി. ഈ ലാവറ്ററി എക്കോണമി ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും റെസിഡൻസ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിലും എല്ലായിടത്തും ഈ ലാവറ്ററീസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ലാവറ്ററിയുടെ വലിപ്പവും അതിനകത്തിരിക്കുന്ന അമ്യൂണിറ്റീസിലൊക്കെയാണ് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. സോ എക്കോണമി ക്ലാസ്സിൽ കുഞ്ഞ് ലാവറ്ററി ആയിരിക്കും, ബിസിനസ് ക്ലാസ്സിൽ കുറച്ചുകൂടെ വലുതായിരിക്കും, ഫസ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ വലുതായിരിക്കും. ചില എയർക്രാഫ്റ്റിനകത്ത് കുളിക്കാനുള്ള ഷവർ വരെയുള്ള ലാവറ്ററീസ് ഉണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എയർക്രാഫ്റ്റ്. സോ നമ്മൾ ഫ്ലൈറ്റിനകത്തുള്ള ടോയ്ലറ്റിന് പറയുന്ന പേരാണ് ലാവറ്ററി. അടുത്ത ടെർമിനോളജി ഇസ് ജംപ് സീറ്റ് ഓർ ക്രൂ സീറ്റ്. ജംപ് സീറ്റ് ഓർ ക്രൂ സീറ്റ് എന്ന് പറയുന്നത് ക്യാബിൻ ക്രൂ ഇരിക്കുന്ന സീറ്റാണ്. ഈ ക്യാബിൻ ക്രൂ ഇരിക്കുന്ന സീറ്റുകൾ മിക്കവാറും എക്സിറ്റിന്റെ അടുത്തായിരിക്കും, ഡോർസിന്റെ ഒക്കെ അടുത്തായിരിക്കും. ഈ സീറ്റ് ക്യാബിൻ ക്രൂ എണീറ്റ് കഴിയുമ്പോൾ തനിയെ അടഞ്ഞു പോകുന്ന സീറ്റായിരിക്കും. സ്പ്രിങ് വെച്ചിട്ടുള്ള സീറ്റാണ്. അപ്പോൾ നമ്മൾ പിടിച്ച് തുറന്നിട്ട് അതിലിരിക്കണം. എന്നിട്ട് നമ്മൾ എണീക്കുമ്പോൾ തന്നെ തനിയെ അത് അടഞ്ഞു പോകുന്ന സീറ്റായിരിക്കും. സോ ഇങ്ങനത്തെ സീറ്റിന്റെ പേര് അല്ലെങ്കിൽ ക്രൂ ഇരിക്കുന്ന ഈ സീറ്റിന്റെ പേരാണ് ജംപ് സീറ്റ്. ചിലപ്പം ഈ സീറ്റ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ജംപ് സീറ്റ് എന്ന് പറയുന്നത്. ഈ സീറ്റ് അടയുമ്പോൾ അവിടെ അങ്ങനെ ഒരു സീറ്റ് ഉള്ളതായിട്ടേ നമുക്ക് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ എക്സിറ്റിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ക്യാബിൻ ക്രൂവിന് ഈ ഡോർ തുറക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ ഈ സീറ്റിന്റെ ഒരു സൈഡിലോട്ട് ക്യാബിൻ ക്രൂവിന് ഒതുങ്ങി നിൽക്കാൻ പറ്റും. അപ്പോൾ പാസഞ്ചേഴ്സ് ഓടി പുറത്തിറങ്ങേണ്ട ടൈമിലൊന്നും ഒരിക്കലും ഈ സീറ്റ്സ് ഒരു ഒബ്സ്ട്രക്ഷൻ ആവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അവർ പെട്ടെന്ന് ഇങ്ങനെ അടഞ്ഞു പോകുന്ന തരത്തിലുള്ള സീറ്റ് എയർക്രാഫ്റ്റ്സ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. സോ ക്യാബിൻ ക്രൂ ഇരിക്കുന്ന സീറ്റിന്റെ പേരാണ് ജംപ് സീറ്റ്. അടുത്തത് FAK. FAK എന്ന് പറയുന്നത് ഈ ടെർമിനോളജി മിക്ക എയർലൈനിലും FAK എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് FAKs ഉണ്ട്. അതിന് വേറെ വേറെ പേരുകൾ പല പല എയർലൈൻസ് ആയിട്ടിടും. പക്ഷെ ബേസിക്കലി FAK എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ക്യാബിൻ ക്രൂവിന് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ലൈഫ് സേവിങ് ടെക്നിക്സ് എല്ലാം നമ്മൾ ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചു തരും. സോ ഇത് പഠിപ്പിച്ചതിന് ശേഷം അതിനകത്ത് കുറേ മെഡിക്കേഷൻസ് ആണെങ്കിലും നമുക്ക് ജനറൽ ആയിട്ടുള്ള ബേസിക് ഫസ്റ്റ് എയ്ഡിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്തുണ്ട്. ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് പലതരത്തിലുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ ക്രൂവിനും തുറക്കാൻ പറ്റിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടി മെഡിക്കേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള കുറച്ചുകൂടി വലിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് കാണും. പിന്നെ എമർജൻസി കിറ്റ് എന്ന് പറഞ്ഞിട്ട് എമർജൻസി മെഡിക്കൽ കിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ കിറ്റ് കാണും. ഈ കിറ്റ് ഫ്ലൈറ്റ് ഡെക്കിനകത്തായിരിക്കും. അതിൽ ഇഞ്ചെക്റ്റബിൾസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്ലൈറ്റിനകത്ത് ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കിറ്റായിരിക്കും. സോ ജനറലി പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിനകത്ത് ആവശ്യത്തിന് ഒരു ഫസ്റ്റ് എയ്ഡിന് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള എല്ലാ മെഡിക്കേഷൻസും അവൈലബിൾ ആണ്. സോ ഈ മെഡിക്കേഷൻസ് വെച്ചിരിക്കുന്ന പൗച്ചിന്റെ പേരാണ് FAK അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അടുത്ത വാക്ക് ഇസ് ക്യാബിൻ ഡിവൈഡേഴ്സ്. ക്യാബിൻ ഡിവൈഡേഴ്സ് ഇസ് ബേസിക്കലി കേർട്ടൻസ്. ഈ കേർട്ടൻസ് സാധാരണ കേർട്ടൻ ആയിരിക്കത്തില്ല. അതിങ്ങനെ ഫ്ലാപ്പ് പോലെ മടങ്ങിയുള്ള കേർട്ടൻ ആയിരിക്കും. നല്ല തിക്കായിട്ടുള്ള തുണിയായിരിക്കും. സോ നമ്മൾ ആ കേർട്ടൻ ഇങ്ങനെ തുറന്നിടുകയാണെങ്കിൽ അപ്പുറത്തിരിക്കുന്നവർക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റാത്ത തരത്തിലുള്ള നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. നല്ല ഒതുങ്ങി കിടക്കുന്നതായിരിക്കും. അടച്ചു വെക്കുമ്പോൾ നല്ല ഒതുങ്ങി, നല്ല ഈ സാരിയുടെയൊക്കെ നമ്മൾ ഫ്രില്ല് എടുക്കത്തില്ല, അതുപോലെ കറക്റ്റായിട്ട് ഒതുങ്ങി മടങ്ങി അങ്ങ് ഒരറ്റത്തേക്ക് പോകുക. അതിലിങ്ങനെ ഹൂക്കൊക്കെ ഇടുന്ന സംഭവമുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ടേക്ക് ഓഫിൻ്റെ സമയത്ത് എപ്പോഴും എല്ലാ ക്യാബിനിലെയും ഈ ക്യാബിൻ ഡിവൈഡേഴ്സ് തുറന്നു വെച്ചിട്ട് ക്ലിപ്പ് ഇട്ടിരിക്കണം. പിന്നെ ഫ്ലൈറ്റിന് ടേക്ക് ഓഫിന് ശേഷം ഓരോ ക്ലാസ് ഓഫ് ക്യാബിൻ, അതായത് എക്കോണമി ക്ലാസ്സിൽ നിന്നും ബിസിനസ് ക്ലാസ്സിലേക്ക് പ്രത്യേകിച്ച് ആരും കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടും അവിടെ ഒരു പ്രത്യേക പ്രൈവസിക്ക് വേണ്ടിയിട്ടും ഈ കേർട്ടൻ ഡ്രോ ചെയ്യും. സോ റൈറ്റ് ആഫ്റ്റർ ടേക്ക് ഓഫ് യു മൈറ്റ് ഹാവ് സീൻ ക്രൂ വന്നിട്ട് ഇങ്ങനെ ആ കേർട്ടൻ ഇട്ടിട്ട് പോകുന്നത്. സോ ദാറ്റ് ഇസ് കോൾഡ് ക്യാബിൻ ഡിവൈഡേഴ്സ്. അടുത്തത് ക്യാബിൻ ഡോസ്. ക്യാബിൻ ഡോസ് എന്ന് പറയുന്നത് പാസഞ്ചേഴ്സിന് കയറാനും ഇറങ്ങാനും ഉള്ള മെയിൻ ഡോസ് ആയിരിക്കും. മെയിൻ ഡോർ കുറച്ചുകൂടെ വൈഡ് ആയിരിക്കും, നല്ല പൊക്കമുള്ളതായിരിക്കും. നമ്മൾ അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നതായിട്ട് പോലും അറിയാത്ത തരത്തിൽ നല്ല വൈഡ് ആയിട്ടുള്ള ഡോർ ആയിരിക്കും ഈ ക്യാബിൻ ഡോസ്. അത് പാസഞ്ചേഴ്സിന് ഇറങ്ങാനും കയറാനും ഉള്ളതും എമർജൻസി സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് ഈ ക്യാബിൻ ഡോസ്. അപ്പം മെയിൻ പാസഞ്ചർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഡോർസിൻ്റെ പേരാണ് ക്യാബിൻ ഡോസ്. അടുത്തത് കംസ് എമർജൻസി എക്സിറ്റ്. അപ്പോൾ ഈ ക്യാബിൻ ഡോസ് ഇസ് ഓൾസോ എമർജൻസി എക്സിറ്റ്സ്. പക്ഷേ എമർജൻസി എക്സിറ്റ്സ് ഇൻ പെർട്ടിക്കുലർ പറയുമ്പോഴത്തേക്കും ചിലപ്പം ഓവർ വിങ് എമർജൻസി എക്സിറ്റ് ആയിരിക്കും. അതായത് വിങ്ങിൻ്റെ മേളിലായിട്ട് വരുന്ന തരത്തിലുള്ള എക്സിറ്റ് ആയിരിക്കാം. പക്ഷെ അത് നമുക്ക് ചെറിയ ഡോറായിരിക്കും, അവിടെ നിന്ന് ഇങ്ങനെ നുഴഞ്ഞിറങ്ങി പോകുന്ന തരത്തിലായിരിക്കും. സോ ഇത് മിക്കവാറും ഇപ്പം ക്യാബിനിലെ
പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെയാണുള്ളതെങ്കിൽ ആ പാസഞ്ചേഴ്സിനെ ബ്രീഫ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ഫ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടായിരിക്കും 320 എയർക്രാഫ്റ്റ്സിലൊക്കെ ആണെങ്കിൽ ഓവർവിങ് എമർജൻസി എക്സിറ്റ് ആണുള്ളത്. ഈ എമർജൻസി എക്സിറ്റിൽ ഇരിക്കുന്ന ആളെ ബ്രീഫ് ചെയ്തിട്ട് അയാൾക്ക് അവിടെ ഇരിക്കാനും ഇൻ കേസ് ഓഫ് എൻ എമർജൻസി പൂർണ്ണമായിട്ട് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും തയ്യാറാണെങ്കിൽ മാത്രമേ അയാൾക്ക് അവിടെ ഇരിക്കാനുള്ള അനുവാദമുള്ളൂ. സോ ഈ എമർജൻസി എക്സിറ്റ്സ് വിൽ ബി ഐദർ സ്മോൾ വൺസ് ഓർ ഒരു വിൻഡോനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ടുള്ള തരത്തിൽ, അതായത് നുഴഞ്ഞിറങ്ങി പുറത്തിറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള എക്സിറ്റുകളായിരിക്കാം ഈ എമർജൻസി എക്സിറ്റ്. അല്ല എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള വലിയ ക്യാബിൻ ഡോർസിനേക്കാളും കുറച്ചുകൂടെ കുഞ്ഞതായിരിക്കാം, പക്ഷെ മെയിൻ ഡോറ് പോലെ ആയിരിക്കും. അപ്പം ഡോറ് പോലെ ഇരിക്കുന്ന ഒരു എക്സിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊരു ക്യാബിൻ ക്രൂവും കാണും. പക്ഷേ കുഞ്ഞ് എമർജൻസി എക്സിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ മിക്കവാറും പാസഞ്ചേഴ്സ് ആയിരിക്കും ഇരിക്കുന്ന, പാസഞ്ചേഴ്സിനെ ബ്രീഫ് ചെയ്യുകയും ചെയ്യും. അടുത്തത് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ്. സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റിനകത്ത് ഒത്തിരി സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതായത് ഫ്ലൈറ്റിനകത്ത് നമ്മൾ ക്യാബിൻ ഡോറൊക്കെ അടച്ച് നമ്മളങ്ങ് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്ലൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും തന്നെ ഹാൻഡിൽ ചെയ്യാനല്ലേ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിനകത്ത് ഒരുപാട് സേഫ്റ്റി റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോറേജ് ഏരിയ എല്ലാം നമ്മൾ ക്യാബിൻ ക്രൂ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു മാനുവൽ പോലത്തെ സംഭവം ഉണ്ട്, അത് നമ്മൾ ക്യാരി ചെയ്യണം ഫ്ലൈറ്റിനകത്ത് എപ്പോഴും. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് ഡയഗ്രാം വരച്ച് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതുണ്ട്. സോ ദർ ആർ ലോട്ട് ഓഫ് എക്യുപ്മെന്റ്സ് ഇൻക്ലൂഡിങ് ക്യാരി ചെയ്യുന്ന പോർട്ടബിൾ ഓക്സിജൻ ഉണ്ട്, മെഗഫോൺ, സംസാരിക്കുമ്പോൾ ഉറക്കെ കേൾക്കുന്ന മറ്റേ മെഗഫോണിൽ ഇങ്ങനെ പണ്ടത്തെ ആളുകൾക്ക് പാട്ടൊക്കെ പാടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമുള്ള അങ്ങനത്തെ മെഗഫോൺ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട്, തീ അണയ്ക്കാനായിട്ടൊക്കെയുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഗ്ലവ്സ് ഉണ്ട്, ഒത്തിരി സർവൈവൽ എക്യുപ്മെന്റ്സും ഉണ്ട്. സോ ഈ എക്യുപ്മെന്റ്സിനെല്ലാം പ്രത്യേകം സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ്സ് കാണും. ഈ സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ്സ് എല്ലാം ക്യാബിൻ ക്രൂ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇൻ ജനറൽ ഈ സേഫ്റ്റി റിലേറ്റഡ് എക്യുപ്മെന്റ്സിനെ എല്ലാം പറയുന്നതാണ് സേഫ്റ്റി എക്യുപ്മെന്റ്സ്. അടുത്തത് ഡോഗ് ഹൗസ്. ഡോഗ് ഹൗസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പട്ടിയുടെ കൂട് എന്നൊക്കെ പറയുന്നത് പോലെ ക്യാബിൻ ഡിവൈഡ് ചെയ്യുന്ന ഒരു മെയിൻ വാള് പോലത്തെ ഒരു സംഭവം കാണുമല്ലോ. ഇപ്പോൾ ഒരു ചുമര് പോലെ ഇരിക്കുന്നതിൻ്റെ താഴെ ഒരു ചെറിയ പെട്ടി പോലെ കാണാം, അതിങ്ങനെ വലിച്ചു തുറക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്തും കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഈ കൊച്ച് ഡെപ്പി പോലെ ഇരിക്കുന്ന ഈ മേശ പോലെ തുറക്കുന്ന സംഭവത്തിൻ്റെ പേരാണ് ഡോഗ് ഹൗസ്. അത് ജസ്റ്റ് ഒരു സ്റ്റോറേജ് പ്ലേസ് ആണ്. ചിലപ്പം എക്യുപ്മെൻറ്റ്സ് അതിൽ കാണാം, ആസ് ഐ ടോൾഡ് യു ബിഫോർ. അല്ലാന്നുണ്ടെങ്കിൽ ക്യാബിൻ ക്രൂവിനെ അവരവരുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സീക്രട്ട് പ്ലേസ് ആണ് ഈ dog house. It's just a small compartment, a small storage space, and it is called dog house. അടുത്തത് സേഫ്റ്റി വീഡിയോ. സേഫ്റ്റി വീഡിയോ എന്ന് പറയുന്ന ഈ സംഭവം ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോ കാണും. നമ്മൾ ഫ്ലൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അറിയാൻ പറ്റും. സ്ക്രീനുള്ള ഒരു എയർക്രാഫ്റ്റ് ആണെങ്കിൽ എല്ലാ ഫ്ലൈറ്റിൻ്റെയും, ഇപ്പം നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും ഏത് ടേക്ക് ഓഫിന് മുമ്പും കമ്പൽസറി ആയിട്ട് പ്ലേ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ സേഫ്റ്റി വീഡിയോ. സേഫ്റ്റി വീഡിയോ എന്ന് പറയുന്നത് ജനറലി പാസഞ്ചേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. എക്സിറ്റ്സ് എവിടെയൊക്കെയാണ്, ക്യാബിൻ ക്രൂ എന്തൊക്കെ തരത്തിൽ ഹെൽപ്പ് ചെയ്യും, പിന്നെ ഓക്സിജൻ മാസ്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം, പിന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ കാർഡ് നിങ്ങളുടെ സീറ്റ് പോക്കറ്റിനകത്തുണ്ടായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ്. യു വിൽ ഹാവ് എൻ ഇംഗ്ലീഷ് സേഫ്റ്റി വീഡിയോ. അതിൻ്റെ കൂടെ ചിലപ്പോൾ ചില എയർലൈൻസിൽ വേറെ ഭാഷയിലുള്ള സേഫ്റ്റി വീഡിയോയും കാണും. ഇപ്പോൾ എത്തിഹാദ് എയർവേസിലാണെങ്കിൽ ആദ്യം അറബിക് സേഫ്റ്റി വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് സേഫ്റ്റി വീഡിയോ പ്ലേ ചെയ്യും. ഇത് രണ്ടും പ്ലേ ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. ജസ്റ്റ് ഇൻ കേസ് ഈ വീഡിയോ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില എയർലൈനിൽ സ്ക്രീൻ കാണത്തില്ലല്ലോ, സ്ക്രീൻ ഇല്ലാത്ത എയർലൈൻ ആണെങ്കിലും അല്ലെങ്കിലും ക്യാബിൻ ക്രൂ വിൽ ഗെറ്റ് ട്രെയിൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ലേ ക്യാബിൻ ക്രൂ സേഫ്റ്റി വീഡിയോ ഒക്കെ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുന്നത്, ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടുന്നു. അതിന് വേണ്ടിയിട്ടൊരു പെർട്ടിക്കുലർ കിറ്റ് ഫ്ലൈറ്റിനകത്തുണ്ട്. ഈ കിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ സേഫ്റ്റി വീഡിയോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. സോ എല്ലാ ക്യാബിൻ ക്രൂവിനും സേഫ്റ്റി വീഡിയോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ബിഫോർ every takeoff you will have to play safety video. അടുത്തത് is exit sign. exit sign self explanatory ആണ്. ജസ്റ്റ് ഒരു ലൈറ്റ് പോലെ കാണാം. നമ്മളിപ്പം മോളിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെയും ചിലയിടത്ത് ഇങ്ങനെ എക്സിറ്റ് എന്ന് എഴുതിയിട്ട് ഒരു ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കത്തില്ലേ, അപ്പോൾ അത് എമർജൻസി എക്സിറ്റ് അല്ലെങ്കിൽ മെയിൻ ഡോർസിലോട്ട് പോകുന്ന വഴികളൊക്കെ കാണിക്കുന്ന ചെറിയ ചെറിയ ലൈറ്റ്സ് ആണ് ഈ എക്സിറ്റ് സൈൻ. ഈ എക്സിറ്റ് സൈൻ ടോട്ടൽ പവർ ഫെയിലിയർ, എയർക്രാഫ്റ്റിൽ ടോട്ടൽ പവർ ഫെയിലിയറോ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴോ ഈ എക്സിറ്റ് lights automatically on ആയി വരും. So people will know where is exit. അടുത്തത് is handset or interphone.
ഈ ഹാൻഡ്സെറ്റ് എന്നുള്ള വാക്ക് എൻ്റെ പ്രായത്തിലൊക്കെ ഞാൻ കൊച്ചിലെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഉള്ള കുട്ടികൾ ചിലപ്പോൾ ഹാൻഡ്സെറ്റ് ഒന്നും കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ എനിവേ ഹാൻഡ്സെറ്റ് അല്ലെങ്കിൽ ഇൻ്റർഫോൺ, ഫ്ലൈറ്റിനകത്തുള്ള ഫോണിനെയാണ് ഈ ഹാൻഡ്സെറ്റ് അല്ലെങ്കിൽ ഇൻ്റർഫോൺ എന്ന് പറയുന്നത്. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് വിളിക്കാം, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വിളിക്കാം, താഴോട്ട് വിളിക്കുന്നതല്ല. ചില ഫ്ലൈറ്റിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഗ്രൗണ്ടിലോട്ട് വിളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഫ്ലൈറ്റിനകത്തുള്ള ഈ ഹാൻഡ്സെറ്റ് എന്ന് പറയുന്നത് ക്രൂ ടു ക്രൂ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ നമ്മൾ ഒരറ്റത്തുനിന്ന് അപ്പുറത്തെ അറ്റത്തോട്ട് പോയി എല്ലാ പ്രാവശ്യവും നടന്ന് പോയി കാര്യങ്ങൾ പറയുന്നത് നടക്കുന്ന കാര്യമല്ല അല്ലേ. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ കോഡുണ്ട്, ആ കോഡ് അടിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ കോള് ആ അറ്റത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ മിക്കവാറും ഉള്ള എല്ലാ എയർക്രാഫ്റ്റ്സിലും ഈ കോൾ വരുന്നത് കിണിനി കിണിനി എന്നുള്ള ട്യൂണല്ല, ടിങ് ടോങ് അല്ലെങ്കിൽ ടിങ് ടോങ് ടിങ് ഇങ്ങനെയൊക്കെയാണ് കോൾ വരുന്നത്. അപ്പം മിക്ക ഫ്ലൈറ്റിനകത്തുള്ള കോൾസും വരുന്നത് ഈ ടിങ് ടോങ് എന്നുള്ള ട്യൂണിലായിരിക്കും. അതിൻ്റെ കൂടെ ചില ലൈറ്റ്സും ചില നോട്ടിഫിക്കേഷൻസും ഒക്കെ കാണും. നമ്മൾ ആരാണ് നമ്മളെ വിളിക്കുന്നത്, പൈലറ്റ് ആണോ വിളിക്കുന്നത് അതോ ക്രൂ ആണോ വിളിക്കുന്നത്, ഇതൊക്കെ അറിയാനുള്ള ചില നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണും. അതൊക്കെ നമുക്ക് ട്രെയിനിങ്ങിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരും. സോ ഈ ഫോണിനെ പറയുന്ന പേരാണ് ഹാൻഡ്സെറ്റ് അല്ലെങ്കിൽ ഇൻ്റർഫോൺ. അടുത്ത വേർഡ് ഇസ് പാക്സ്, PAX. പാക്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പാസഞ്ചേഴ്സിൻ്റെ ഷോർട്ട് ഫോമാണ് പാക്സ്. അടുത്തത് നോ സ്മോക്കിംഗ് സൈൻ. നോ സ്മോക്കിംഗ് സൈൻ എന്ന് പറയുന്ന ഒരു സൈന് നമ്മളുടെ എല്ലാ പാസഞ്ചർ സീറ്റിൻ്റെ മേളിലും കാണും. എവിടെയൊക്കെ ആ ലൈറ്റ്സ് ഉണ്ടോ അതൊക്കെ അവിടെ ഇങ്ങനെ എപ്പോഴും ഓണായി കിടക്കും. കാര്യം പണ്ടത്തെ എയർലൈനിലൊക്കെ സ്മോക്കിംഗ് അലൗഡ് ആയിരുന്നു ഫ്ലൈറ്റിൻ്റെ അകത്തും. പിന്നെ കുറേ ഫയർ സിറ്റുവേഷനൊക്കെ വന്നപ്പോഴത്തേക്കും അത് ഹോൾ വേൾഡിൽ ഇപ്പം സ്മോക്കിംഗ് ഒരു എയർലൈനിലും ഇൻ ഫ്ലൈറ്റ് അലൗഡ് അല്ല. സോ എപ്പോഴും ഈ നോ സ്മോക്കിംഗ് സൈൻ ഓണായി കിടക്കും. നിങ്ങൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, ചിലപ്പം വാഷ്റൂമിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ആഷ്ട്രേ പോലത്തെ കാണും, ചിലപ്പം സീറ്റിൻ്റെയൊക്കെ സൈഡിലാണെങ്കിൽ ഇങ്ങനെ ആഷ്ട്രേ പോകുന്ന ഒരു സംഭവം കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ സ്മോക്കിംഗ് അലൗഡ് അല്ലെങ്കിൽ വൈസ് ദേർ ആൻ ആഷ്ട്രേ ഹിയർ. പണ്ട് എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ഓൾറെഡി വന്നൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ ഒരു എയർലൈനും ക്യാബിനിൽ സ്മോക്കിംഗ് അലൗ ചെയ്യുന്നതല്ല. കാര്യം സ്മോക്കിങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു ചെറിയ ഫയർ മതി ആ എയർക്രാഫ്റ്റിനെ മുഴുവനായിട്ട് അങ്ങ് കത്തിച്ചരിക്കാനായിട്ട്. കാരണം ഫയർ എന്ന് പറയുന്ന സംഭവം എസ്പെഷ്യലി ഇത്രയും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ക്യാബിൻ ഫുൾ എയറിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ അവിടെ ക്യാബിൻ ക്രൂ മാത്രമേ ഉള്ളൂ. തീപിടുത്തം ഉണ്ടായി അത് മാനേജ് ചെയ്താലും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീ കാരണം എന്തൊക്കെ വയറുകളാണ് പ്രശ്നത്തിലാവുന്നതെന്ന് അറിയില്ല. ഫ്ലൈറ്റ് കൺട്രോൾസിൻ്റെ എന്തെങ്കിലും വയറുകൾ പ്രശ്നത്തിലാവണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ എന്ത് ഫയറോ ആവട്ടെ, ഈ കുഞ്ഞ് ക്യാബിനകത്ത് സ്മോക്ക് ഫില്ലാവുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കാണെങ്കിലും ഇപ്പം നമ്മൾ വെളിയിൽ എന്തെങ്കിലും കത്തിക്കുന്ന ഒരു സമയത്താണെങ്കിലും ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും പുകയടിച്ചാൽ തന്നെ നമ്മളിങ്ങനെ സഫക്കേറ്റഡ് ആകത്തില്ലേ. അപ്പോൾ ഈ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ക്യാബിനകത്ത് ഇത്രയും പാസഞ്ചേഴ്സ് ഇരിക്കുന്നതിൻ്റെ അകത്ത് ഒരു സ്മോക്കോ ഒരു ഫയറോ ഉണ്ടാവുകയാണെങ്കിൽ അത് എത്ര വലിയ ഡിസാസ്റ്റർ സൃഷ്ടിക്കാം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ദാറ്റ്സ് വൈ ദേ ഇവൻച്വലി സ്റ്റോപ്ഡ് ഇറ്റ്. കാരണം പണ്ടുള്ളവർ സ്മോക്കൊക്കെ ചെയ്തിട്ട് സിഗരറ്റിൻ്റെ ബഡൊക്കെ എടുത്തിട്ട് വേസ്റ്റ് ബിന്നിനകത്തിടും. ഈ വേസ്റ്റ് ബിന്നിനകത്ത് വല്ല ടിഷ്യൂ പേപ്പേഴ്സും കാണും, അതിൽ കത്തിപ്പിടിക്കുകയും ചെയ്യും. അത് മാത്രമല്ല കറക്റ്റായിട്ടുള്ള ഡിസ്പോസൽ ചില സമയത്ത് ചിലർ അത് കറക്റ്റായിട്ട് പാലിക്കത്തില്ല. സോ ദാറ്റ് ഈസ് വൈ വി നീഡ് ടു ബി വെരി വെരി കെയർഫുൾ വിത്ത് ഫയർ ഓൺ ബോർഡ്. അടുത്തത് PED, പേഴ്സണൽ ഇലക്ട്രോണിക് ഡിവൈസസ്. പേഴ്സണൽ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, നിങ്ങളുടെ ബ്ലൂടൂത്ത് ഇയർഫോൺസ്, വയർലെസ് ഹെഡ്ഫോൺസ്, ഇതെല്ലാം പേഴ്സണൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ടേക്ക് ഓഫിൻ്റെ സമയത്ത് പേഴ്സണൽ ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം ഓഫ് ചെയ്ത് വയ്ക്കണം എന്നാണ് എയർലൈൻസിൻ്റെ എല്ലാം റൂള്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് സിസ്റ്റം നാവിഗേഷൻ കൺട്രോൾസുമായിട്ടൊന്നും ഇൻട്രപ്റ്റ് ആവാതിരിക്കാനും, അത് മാത്രമല്ല യു ഷുഡൻ ബി ഡിസ്ട്രാക്റ്റഡ് വൈൽ ടേക്കിംഗ് ഓഫ്. എന്തെങ്കിലും ഒരു എമർജൻസി ആണെങ്കിൽ പാട്ടും കേട്ട് കണ്ണുടച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഈ PEDs അല്ലെങ്കിൽ പേഴ്സണൽ ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും അണച്ചു വെച്ചിരിക്കണം എന്ന് പറയുന്നത്. അടുത്തത് ക്യാബിൻ ലൈറ്റ്സ് ആൻഡ് ഗാലി ലൈറ്റ്സ്. ഗാലിയിലും ലൈറ്റ് ഉണ്ട്. നമ്മൾ ലൈറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും, ഡിമ്മായിട്ട് കാണാൻ പറ്റും, തീരെ ഡിമ്മാക്കാൻ പറ്റും, ഓഫ് ചെയ്യാൻ പറ്റും. ഈ സംഭവങ്ങൾ മാത്രമേ ഗാലിയിലുള്ള ലൈറ്റ്സിനുള്ളൂ. ക്യാബിനിൽ ഡിഫറെൻറ്റ് ടൈമിങ്ങിൽ ലൈറ്റ്സ് ഓൺ ചെയ്യാനുള്ള സിസ്റ്റമുണ്ട്. അത് മാത്രമല്ല ദർ ഇസ് സംതിങ് കോൾഡ് മൂഡ് ലൈറ്റിംഗ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. കാര്യം നമ്മൾ ആ മൂഡ് ലൈറ്റിംഗ് സെറ്റ് ചെയ്യുമ്പോൾ സർവീസ് തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ആ മൂഡ് ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു പെർട്ടിക്കുലർ സെറ്റിംഗ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ സൺറൈസ് പോലെ പതിയെ ലൈറ്റ് വരും.
വരും. എന്ന് വെച്ചാൽ ആ ഒരു 10 മിനിറ്റിൽ ഇങ്ങനെ പതുക്കെ സൺറൈസ് ചെയ്യുന്നത് പോലെ ലൈറ്റ് വരും. ഭയങ്കര ഡിസ്കോ ലൈറ്റ്സ് ഒക്കെ പോലെ പല കളറിലുള്ള ലൈറ്റ്സ് ഒക്കെ ഇടാൻ പറ്റും. സോ മൂഡ് ലൈറ്റിംഗ് ഇസ് സംതിങ് വെരി നൈസ്. അപ്പോൾ ക്യാബിനിലിടുന്ന ലൈറ്റ്സിനെ പറയുന്നതാണ് ക്യാബിൻ ലൈറ്റ്സ് ആൻഡ് ഗാലിയിലിടുന്ന ലൈറ്റ്സിനെ പറയുന്നതാണ് ഗാലി ലൈറ്റ്സ്. അടുത്തത് വിൻഡോ ബ്ലൈൻഡ്സ്. ഈ വിൻഡോ ബ്ലൈൻഡ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് വെളിയിലത്തെ വിൻഡോയിൽ നിന്ന് വരുന്ന ലൈറ്റൊക്കെ അടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടച്ചു വെക്കുന്ന ഒരു സംഭവമാണ്. അത് മേളിൽ നിന്ന് താഴോട്ടാണ് വലിക്കുന്നത്. എല്ലാ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും മുമ്പ് ക്യാബിൻ ക്രൂ വന്ന് എല്ലാ പാസഞ്ചേഴ്സിൻ്റെ അടുത്തും ഈ വിൻഡോ ബ്ലൈൻഡ്സ് തുറന്നു വെക്കാൻ പറയും. ഫോർ ദ റീസൺ ബീങ് ജസ്റ്റ് ഇൻ കേസ് ഓഫ് എൻ എമർജൻസി, വെളിയിൽ എന്തെങ്കിലും ഒരു ഫയറോ അല്ലെങ്കിൽ വെളിയിൽ സ്മോക്കോ അല്ലെങ്കിൽ വെള്ളമോ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും ഒരു എമർജൻസി സിറ്റുവേഷനിൽ എല്ലാവർക്കും പുറത്ത് നല്ല വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വിൻഡോ ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്ത് വയ്ക്കണം എന്ന് പറയുന്നത്. പഴയ എയർക്രാഫ്റ്റുകളിലെല്ലാം ഈ വിൻഡോ ബ്ലൈൻഡ്സ് ഒരു ബോർഡ് പോലത്തെ സാധനം പൊക്കുകയും താക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പുതിയ എയർക്രാഫ്റ്റ്സ് ലൈക്ക് 787 ആണെങ്കിൽ ഒരു കൺട്രോൾ ഉണ്ട്. ഈ കൺട്രോള് ക്രൂവിനും കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വെളിയിലെല്ലാം കാണുന്ന തരത്തിലുള്ള ഒരു കണ്ണാടി പോലെ ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടതുപോലെ ഡിമ്മോ ആക്കാൻ പറ്റും. അത് പുതിയ തരത്തിലുള്ള എയർക്രാഫ്റ്റ്സിലൊക്കെയാണ്. പഴയതിലാണെങ്കിൽ ഇങ്ങനെ ബ്ലൈൻഡ് പൊക്കുകയും താക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് കോൾഡ് വിൻഡോ ബ്ലൈൻഡ്സ്. അടുത്തത് നമ്മൾ പറയുന്നത് ഫോർവേഡ് മിഡ് ആഫ്റ്റ്. FWD, MID, AFT. നമ്മൾ എയർക്രാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ കോക്പിറ്റ് എവിടെയാണോ ഇരിക്കുന്നത് അതിനെയാണ് പറയുന്നത് ഫോർവേഡ്, FWD. പിന്നെ ഈ ക്യാബിൻ്റെ നടുക്കുള്ള ഭാഗത്തിന് മിഡ് എന്ന് പറയും. പിന്നെ ഏറ്റവും ബാക്കിലുള്ള ഭാഗത്തിന് പറയുന്നതാണ് ആഫ്റ്റ്. സോ നമ്മൾ ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ എയർലൈനിൽ ആര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ എപ്പോഴും ഫോർവേഡ് ക്യാബിൻ അല്ലെങ്കിൽ ഫോർവേഡ് ഗാലി അല്ലെങ്കിൽ ആഫ്റ്റ് ക്യാബിൻ, ആഫ്റ്റ് ഗാലി, ആഫ്റ്റ് ലാബറട്ടറീസ്, ആഫ്റ്റ് പാസഞ്ചർ സീറ്റ്, ആഫ്റ്റ് ക്യാബിൻ എന്നൊക്കെയാണ് പറയുന്നത്. ഈ ആഫ്റ്റ് എന്ന് പറയുന്നത് ബാക്കിൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ ബാക്ക് സൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എയർക്രാഫ്റ്റിൻ്റെ പടം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കോക്പിറ്റ് ഇരിക്കുന്നത് ഫോർവേഡ്, മിഡിൽ ഓഫ് ദ എയർക്രാഫ്റ്റിൻ്റെ വയറിൻ്റെ ഭാഗം, ആൻഡ് ആഫ്റ്റ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിൻ്റെ ടെയിലിൻ്റെ ഭാഗം. സോ ഇത്രയുമാണ് കുറച്ച് ടെർമിനോളജീസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ക്യാബിൻ ക്രൂ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ടെർമിനോളജീസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്രൂ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത് വളരെ ഉപയോഗപ്പെടും. ഒരു സാധാരണ പാസഞ്ചർ ആയിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഈ ടെർമിനോളജീസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു അറിവും കിട്ടും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ആസ് ഐ ഓൾവേസ് സേ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബൈ.